വിഷ്ണു ശാലിനിയുടെ ലേറ്റസ്റ്റ് എപ്പിസോഡ് പ്രൊമോയിൽ ഡെയ്സി അങ്ങനെയൊക്കെ പറഞ്ഞിട്ട് പോയതിൽ ശിവനാകെപ്പാടെ അങ്ങോട്ട് വിഷമം തോന്നുന്നുണ്ട്. അന്നേരം ആ ഒരു മൂഡ് മാറാൻ എന്നോണം ശിവനാകെ വിഷമിച്ച് ഇങ്ങനെ കടൽ തീരത്തേക്ക് വരുന്നുണ്ട്. അവിടെ ആ ഒരു പാറപ്പുറത്ത് ഇങ്ങനെ ഇരുന്ന് ഡെയ്സി പറഞ്ഞതിനെക്കുറിച്ചൊക്കെ ഓർത്തിങ്ങനെ വിഷമിച്ച് ഇങ്ങനെ തിരകളെ നോക്കിയിരിക്കുകയാണ്. ഈ ഒരു സമയത്ത് തന്നെയാണ് ശാലിനിയും അവിടെ പിന്നെ സത്യയും പപ്പിയും കൊണ്ട് എത്തിയിട്ടുണ്ടായിരുന്നു. അവർ രണ്ടുപേരും കൂടി ആ മണലിലൊക്കെ ഓടി കളിക്കുന്നുണ്ട്. ശാലിനിയും അതേപോലെ തൊട്ടപ്പുറത്ത് ആ പാറപ്പുറത്ത് ഇങ്ങനെ ഇരിക്കുകയാണ്. എന്നിട്ട് ശാലിനി കുട്ടികൾ കളിക്കുന്നത് നോക്കിയിരിക്കുകയാണ്. എന്നിട്ട് മനസ്സിലിങ്ങനെ ചിന്തിക്കുന്നുണ്ട്, ഇടയ്ക്കിടയ്ക്ക് ഞങ്ങളെ ഞെട്ടിക്കാനായിട്ട് ഒരു സർപ്രൈസൊക്കെ ഒരുക്കാറില്ലേ വിഷ്ണുവേട്ട, അതുപോലെ ഞങ്ങൾ ഞെട്ടിച്ചുകൊണ്ട് ഒന്ന് മുന്നിലേക്ക് വാ വിഷ്ണുവേട്ട എന്നൊക്കെ ഇങ്ങനെ സങ്കടത്തോടെ പറഞ്ഞ വിഷ്ണുവിനെ കുറിച്ച് ഓർമ്മിച്ച് ഇങ്ങനെ ഇരിക്കുമ്പോൾ ഈ കുട്ടികളിങ്ങനെ ഓടിക്കളിക്കുമ്പോൾ സത്യമാണെങ്കിൽ അങ്ങോട്ടത്തേക്ക് വീഴുന്നുണ്ട്. അന്നേരം ഇത് ശിവനും ഇപ്പുറത്തിരിക്കുന്ന ശിവനും കാണുന്നുണ്ട്, ശാലിനിയും കാണുന്നുണ്ട്. പക്ഷെ ഇവർ പരസ്പരം കാണുന്നില്ല. എന്ന് വെച്ചാൽ ശിവനാണെങ്കിൽ കടലിലേക്ക് മാത്രമാണ് നോക്കിയിരിക്കുന്നത്. കുട്ടികളെ ആദ്യം കണ്ടിട്ടുണ്ടായിരുന്നില്ല. ശാലിനി കുട്ടികളെ മാത്രം ശ്രദ്ധിച്ചാണ് ഇരിക്കുന്നത്. അന്നേരം ഈ പപ്പി സത്യ ഇങ്ങനെ വീഴുന്നത് കണ്ടിട്ട് ശാലിനിയാണെങ്കിൽ പെട്ടെന്ന് പാറപ്പുറത്ത് നിന്ന് എഴുന്നേറ്റ് ഇങ്ങോട്ടത്തേക്ക് വരുന്നുണ്ട്. ഈ കുട്ടി വീഴുന്നത് കണ്ട് ശിവനും അങ്ങോട്ടത്തേക്ക് ഓടി വരികയാണ്. അന്നേരം ശാലിനി നടന്നു വരുമ്പോൾ ശാലിനിയുടെ ചെരുപ്പ് അങ്ങോട്ട് മണ്ണലിൽ ഇങ്ങനെ മടങ്ങുകയാണ്. അതായത് ശാലിനിയും വീഴാൻ പോകുമ്പോൾ പെട്ടെന്നാണെങ്കിൽ പിന്നെ ശിവനാണെങ്കിൽ പെട്ടെന്ന് ഇങ്ങനെ ശാലിനിയുടെ കൈക്ക് ഇങ്ങനെ പിടിക്കുമ്പോൾ ശാലിനി ഇങ്ങനെ പെട്ടെന്ന് തിരിഞ്ഞു നോക്കുന്നുണ്ട്. എന്നിട്ട് ശിവനെ കണ്ട ഒരു വെപ്രാളത്തിൽ ഇങ്ങനെ ശാലിനി നോക്കി നിൽക്കുകയാണ്. ഒരു നിമിഷം ഇങ്ങനെ ശിവനെ തന്നെ നോക്കുന്നുണ്ട്. അതിനുശേഷം ശിവനാണെങ്കിൽ ഓടിച്ചെന്ന് സത്യം അങ്ങോട്ട് എഴുന്നേൽപ്പിക്കുന്നുണ്ട്. എന്നിട്ട് വല്ലതും പറ്റിയോ മോളെന്ന് ചോദിക്കുമ്പോൾ ഇല്ല എന്ന് പറയുമ്പോൾ പപ്പി ഇങ്ങനെ ശിവനങ്ങളെന്നും പറഞ്ഞ് ഓടി ചെല്ലുകയൊക്കെ ചെയ്യുന്നുണ്ട്. അന്നേരം അവിടേക്കൊരു ലൈഫ് ഗാർഡ് ആണെങ്കിൽ എത്തുന്നുണ്ട്. എന്നിട്ട് പറയുന്നുണ്ട്, അതെ അച്ഛനും അമ്മയാണെന്ന് കരുതി പരസ്പരം വഴക്കിട്ട് മാറി നിൽക്കുകയല്ല വേണ്ടത്, കുട്ടികളെ നോക്കണം. അല്ലെങ്കിൽ സന്തോഷം ഉണ്ടാകാനായിട്ട് അല്ലെ ബീച്ചിലേക്ക് വരുന്നത്, അത് പിന്നെ സങ്കട വാർത്തയുമായിട്ട് വീട്ടിൽ പോകേണ്ടി വരും എന്നിങ്ങനെ ആ ഒരു ലൈഫ് ഗാർഡ് പറയുകയാണ്. അതായത് ഈ കുട്ടികളുടെ അച്ഛനും അമ്മയുമാണ് ശാലിനിയും ശിവനും എന്ന് തെറ്റിദ്ധരിച്ചാണ് പറയുന്നത്. അത് കേൾക്കുമ്പോൾ ശാലിനി ഒന്നും പറഞ്ഞാൽ അത് എന്നൊക്കെ പറയുന്നുണ്ട്. ശിവൻ ഇങ്ങനെ കേട്ടിട്ട് ആകെ ദേഷ്യത്തിൽ നിൽക്കുകയാണ്. ഇത്രയും സീനാണ് കാണിക്കുന്നത്. അതിനുശേഷമാണ് ഈ ശാലിനി രണ്ട് കുട്ടികളെയും വിളിച്ചുകൊണ്ട് അങ്ങ് പോവുകയാണ് ചെയ്യുന്നത്. ശിവനോടൊന്നും സംസാരിക്കുന്നതൊന്നുമില്ല. ആ സമയത്താണ് പപ്പി ഇങ്ങനെ തിരിഞ്ഞു നോക്കി പറയുന്നത്, വിഷ്ണു അച്ഛനെ അന്വേഷിച്ച് കണ്ടുപിടിക്കണമെന്നൊക്കെ പറയുന്നതൊക്കെ. ഇതാണ് പുതിയ പ്രൊമോ. ഓക്കെ, താങ്ക് യു.